സ്നേഹമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാലുടൻ അതിലേക്ക് കമിഴ്ന്നു വീഴുന്ന കൂട്ടത്തിലാണ് ഞാനൊക്കെ. അതുകൊണ്ട് തന്നെയാണ് വളരെ എളുപ്പത്തിൽ എല്ലാവരും കബളിപ്പിച്ച് കടന്നുകളയുന്നതും. നമ്മളിൽ പലരും ഇങ്ങനെയാണ്. ഒരാൾ സ്നേഹത്തോടെ സംസാരിച്ചാൽ അത് സ്നേഹമാണെന്ന് വിശ്വസിക്കും. ഒരാൾ നമ്മളെ ശ്രദ്ധിച്ചാൽ അത് ആത്മാർത്ഥതയാണെന്ന് കരുതും. ഒരാൾ നിനക്ക് ഞാനുണ്ടാകും എന്ന് പറഞ്ഞാൽ ആ വാക്കുകളിൽ നമ്മുടെ മുഴുവൻ വിശ്വാസവും വെച്ചുകൊടുക്കും. പക്ഷേ ജീവിതം നമ്മളെ പതിയെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. എല്ലാ സ്നേഹവാക്കുകളും സ്നേഹമല്ല. എല്ലാ കരുതലും ആത്മാർത്ഥതയല്ല. എല്ലാ പുഞ്ചിരിയുടെയും പിന്നിൽ നല്ലൊരു മനസ്സ് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സ്നേഹിക്കാതിരിക്കണമെന്നല്ല ജീവിതം നമ്മളോട് പറയുന്നത്. സ്നേഹിക്കണം, പക്ഷേ സ്വയം നഷ്ടപ്പെടുത്താതെ. വിശ്വസിക്കണം, പക്ഷേ കണ്ണടച്ച് അല്ല. നന്മ ചെയ്യണം, പക്ഷേ ആരും നമ്മളെ ഉപയോഗിക്കാൻ അനുവദിക്കാതെ. സ്നേഹത്തിന്റെ പേരിൽ വരുന്ന ആളുകൾ. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് സ്നേഹത്തിന്റെ പേരിലാണ്. ആദ്യ ദിവസങ്ങളിൽ അവർ നമ്മളെ വളരെയധികം ശ്രദ്ധിക്കും. നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും ഓർക്കും. നമ്മുടെ വിഷമങ്ങൾ ചോദിക്കും. നമ്മൾ മിണ്ടാതിരുന്നാൽ കാരണം അന്വേഷിക്കും. അപ്പോൾ നമ്മൾ കരുതും, ഇത്രയും മനസ്സിലാക്കുന്ന ഒരാളെ എനിക്ക് കിട്ടിയത് ഭാഗ്യം. പക്ഷേ കാലം കടന്നുപോകുമ്പോൾ ചില സത്യങ്ങൾ പുറത്തുവരും. അവർക്ക് വേണ്ടിയിരുന്നപ്പോൾ മാത്രം അവർ നമ്മളെ തേടിയിരുന്നുവെന്ന് മനസ്സിലാകും. നമ്മുടെ സ്നേഹം അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വിലപ്പെട്ടതായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു അന്യനായി മാറും. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരാളുടെ വാക്കുകളേക്കാൾ അവരുടെ സ്ഥിരത നോക്കുക. ഒരു ദിവസം സ്നേഹത്തോടെ പെരുമാറുന്നത് വലിയ കാര്യമല്ല. നാളുകളോളം ഒരേ മനസ്സോടെ കൂടെയുണ്ടാകുന്നതാണ് യഥാർത്ഥ സ്നേഹം. എല്ലാവരെയും വിശ്വസിക്കേണ്ടതില്ല. വിശ്വാസം വളരെ മനോഹരമായൊരു കാര്യമാണ്. പക്ഷേ തെറ്റായ ഒരാളുടെ കയ്യിൽ കൊടുത്താൽ അതേ വിശ്വാസം തന്നെ നമ്മുടെ ഏറ്റവും വലിയ വേദനയായി മാറും. അതുകൊണ്ട് എല്ലാവരോടും നല്ലവരായിരിക്കുക. പക്ഷേ എല്ലാവരെയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. വാതിൽ തുറന്നുവെച്ച വീട് എല്ലാവർക്കും പ്രവേശിക്കാനുള്ള വീടാകണമെന്നില്ല. നിങ്ങളുടെ മനസ്സിനും അതിരുകൾ വേണം. ആരെത്ര അടുത്തേക്ക് വരണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ആരെ വിശ്വസിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. ഉപയോഗിക്കപ്പെടുന്ന നല്ല മനുഷ്യർ, നല്ല മനസ്സുള്ളവരെ ചിലർ എളുപ്പത്തിൽ തിരിച്ചറിയും. കാരണം അവർ ഇല്ല എന്ന് പറയാൻ മടിക്കും. ആരെങ്കിലും സഹായം ചോദിച്ചാൽ കഴിയുന്നതെല്ലാം ചെയ്യും. ആരെങ്കിലും വിഷമിച്ചാൽ സ്വന്തം വിഷമം മറന്ന് അവരെ ആശ്വസിപ്പിക്കും. പക്ഷേ ഒരിക്കൽ നിങ്ങൾക്ക് സഹായം ആവശ്യമാകുമ്പോൾ ചിലർ കാണാതാകും. അപ്പോൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ നന്മ തെറ്റായിരുന്നില്ല. നിങ്ങളുടെ നന്മയെ തെറ്റായി ഉപയോഗിച്ച ആളുകളാണ് തെറ്റിയത്. നല്ല മനുഷ്യനായി തുടരുക. പക്ഷേ അതോടൊപ്പം ബുദ്ധിയുള്ള മനുഷ്യനുമാകുക. ഇല്ല എന്ന് പറയാൻ പഠിക്കുക. ചില ബന്ധങ്ങൾ തകരുന്നത് നമ്മൾ ഇല്ല എന്ന് പറയാൻ പഠിച്ചതുകൊണ്ടാണ്. പക്ഷേ ഓർക്കുക, നിങ്ങളുടെ പരിധി അംഗീകരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അവകാശം ആവശ്യപ്പെടാനും കഴിയില്ല. ഇല്ല എന്ന് പറയുന്നത് അഹങ്കാരമല്ല, സ്വന്തം സമാധാനം സംരക്ഷിക്കുന്നതാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങളുടെ സ്വന്തം മനസ്സിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും ഒരു സ്ഥാനം വേണം. വാക്കുകളല്ല, പ്രവൃത്തികളാണ് സ്നേഹം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സ്നേഹം തെളിയിക്കുന്നത് വാക്കുകളിലൂടെ അല്ല. പ്രശ്നങ്ങൾ വന്നപ്പോൾ കൂടെ നിൽക്കുന്നതാണ് സ്നേഹം. നമ്മുടെ മോശം ദിവസങ്ങളിലും നമ്മളെ മനസ്സിലാക്കുന്നതാണ് സ്നേഹം. നമ്മൾ വിജയിക്കുമ്പോൾ അസൂയപ്പെടാതെ സന്തോഷിക്കുന്നതാണ് സ്നേഹം. നമ്മൾ വീഴുമ്പോൾ കുറ്റപ്പെടുത്താതെ കൈപിടിക്കുന്നതാണ് സ്നേഹം. സ്നേഹം കേൾക്കേണ്ട ഒന്നല്ല, അനുഭവിക്കേണ്ട ഒന്നാണ്. വഞ്ചിക്കപ്പെട്ട ശേഷം ഒരിക്കൽ വഞ്ചിക്കപ്പെട്ടാൽ നമ്മൾ എല്ലാവരെയും സംശയിക്കാൻ തുടങ്ങും. ഒരാളുടെ തെറ്റിന് എല്ലാവരെയും ശിക്ഷിക്കരുത്. നിങ്ങളെ വേദനിപ്പിച്ച ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അധ്യായം മാത്രമാണ്, മുഴുവൻ പുസ്തകമല്ല. ആ അനുഭവത്തിൽ നിന്ന് പഠിക്കുക. പക്ഷേ നിങ്ങളുടെ ഹൃദയം കല്ലാക്കരുത്. വേദന നിങ്ങളെ ശക്തനാക്കട്ടെ, കഠിനഹൃദയനാക്കരുത്. ഒറ്റപ്പെടലിന്റെ പാഠം. ചിലപ്പോൾ ജീവിതം നമ്മളെ ചിലരിൽ നിന്ന് അകറ്റും. ആദ്യം അത് വേദനിപ്പിക്കും. പിന്നീട് മനസ്സിലാകും അവർ മാറിപ്പോയതല്ല,
നമ്മുടെ ജീവിതത്തിൽ അവരുടെ ആവശ്യം അവസാനിച്ചതാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്ന സമയമാണ് പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ വളർച്ചയുടെ സമയം. ഒറ്റപ്പെടൽ എല്ലായ്പ്പോഴും ശിക്ഷയല്ല. ചിലപ്പോൾ അത് സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ്. സ്വയം സ്നേഹിക്കുക. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുമോ എന്ന് കാത്തിരിക്കേണ്ട. ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കണം. സ്വന്തം തെറ്റുകൾ ക്ഷമിക്കുക. സ്വന്തം കുറവുകൾ അംഗീകരിക്കുക. സ്വന്തം സ്വപ്നങ്ങൾക്ക് വില കൊടുക്കുക. മറ്റൊരാൾ നമ്മളെ ഉപേക്ഷിച്ചാൽ നമ്മുടെ വില കുറയുന്നില്ല. നമ്മുടെ വില മറ്റൊരാളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നതല്ല. ബന്ധങ്ങളുടെ യഥാർത്ഥ അർത്ഥം. ഒരു ബന്ധത്തിന്റെ ആഴം അറിയാൻ സന്തോഷമുള്ള ദിവസങ്ങൾ മാത്രം നോക്കരുത്. പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ എങ്ങനെ പെരുമാറി എന്ന് നോക്കുക. നിങ്ങൾക്ക് ഒന്നും നൽകാൻ കഴിയാത്ത സമയത്ത് അവർ കൂടെയുണ്ടായിരുന്നു. നിങ്ങളുടെ വിജയത്തിൽ അവർ സന്തോഷിച്ചോ? നിങ്ങളുടെ പരാജയത്തിൽ അവർ നിങ്ങളെ താഴ്ത്തിയോ ഉയർത്തിയോ? അവിടെയാണ് ബന്ധത്തിന്റെ യഥാർത്ഥ മുഖം കാണുന്നത്. ബന്ധത്തിന്റെ വില സമയം തെളിയിക്കും. സ്നേഹത്തിന്റെ സത്യസന്ധത പ്രവൃത്തികൾ തെളിയിക്കും. ജീവിതത്തിൽ സ്നേഹിക്കുക. ഒരുപാട് സ്നേഹിക്കുക. പക്ഷേ സ്വന്തം ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി സ്നേഹിക്കരുത്. വിശ്വസിക്കുക. പക്ഷേ കണ്ണടച്ച് വിശ്വസിക്കരുത്. സഹായിക്കുക. പക്ഷേ നിങ്ങളെ തന്നെ തകർത്തുകൊണ്ട് സഹായിക്കരുത്. ക്ഷമിക്കുക. പക്ഷേ ഒരേ വേദന വീണ്ടും വീണ്ടും അനുഭവിക്കാൻ നിങ്ങളെ അനുവദിക്കരുത്. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയാൽ അവരെ പിന്തുടരേണ്ടതില്ല. നിങ്ങളുടെ മൂല്യം തെളിയിക്കാൻ ആരുടെയും പിന്നാലെ ഓടേണ്ടതില്ല. നിങ്ങളെ സത്യമായി സ്നേഹിക്കുന്നവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടാകും. നിങ്ങളെ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ വേദനയേക്കാൾ നിങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നതിന്റെ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ സ്നേഹിക്കാം, വിശ്വസിക്കാം, നന്മ ചെയ്യാം. പക്ഷേ സ്വയം മറന്നുകൊണ്ട് അല്ല. കാരണം സ്നേഹമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാലുടൻ അതിലേക്ക് കമിഴ്ന്നു വീഴുന്നവരായിരിക്കാം നമ്മൾ. പക്ഷേ ഇനി മുതൽ സ്നേഹത്തിന്റെ വാക്കുകൾ മാത്രം നോക്കാതെ അതിന്റെ പിന്നിലെ മനസ്സും പ്രവൃത്തികളും കൂടി കാണാൻ പഠിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ തുടരട്ടെ. നിങ്ങളെ ഉപയോഗിക്കുന്നവർ സ്വയം അകന്നുപോകട്ടെ. നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കട്ടെ. ഓർമ്മിക്കുക, നല്ലൊരു ഹൃദയം സൂക്ഷിക്കുക. പക്ഷേ അതിന് ഒരു വാതിലും ഒരു കാവലുമുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ സ്വാർത്ഥത കൊണ്ട് നിർവചിക്കപ്പെടേണ്ടതല്ല. നിങ്ങൾ വിലപ്പെട്ടവരാണ്. നിങ്ങളുടെ സ്നേഹവും വിലപ്പെട്ടതാണ്. അത് അർഹിക്കുന്ന ഹൃദയങ്ങളിൽ മാത്രം നൽകുക.